ലേക്ക് കൃത്യമായ സ്വാഗതം. ഇത് കണ്ടോ, വളരെ സൂപ്പറായിട്ടുള്ള നല്ല കളർഫുൾ ഒരു ടീ ആണ്. ഇതാണ് ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ചെമ്പരത്തി ചായ. ഇതിനൊരു കഥയുണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു 25 വർഷം മുമ്പ് ഒരു ചട്ടയും മുണ്ട് കൊടുത്ത ഒരു അമ്മച്ചി ഒരിക്കലും ഞങ്ങളുടെ കോളേജിൽ ഒരു കുക്കിംഗ് ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം. അമ്മച്ചി ഒരു പ്രത്യേക തരം ഓവൻ, തീയിട്ടുണ്ടാക്കുന്ന ഒരു ഓവനും കൊണ്ടാണ് വന്നത്. ഇലക്ട്രിക് ഒന്നുമല്ല. അതിനകത്ത് പപ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. ആ കൂടെ തന്നെ ഈ ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ഈ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ആ അമ്മച്ചി അന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എത്രയോ പഴയ കാലം മുതൽ ഈ ചായ അല്ലെങ്കിൽ ഈ ചെമ്പരത്തി ചായയുടെ ഗുണങ്ങൾ നമ്മുടെ പൂർവികരായ അമ്മച്ചിമാർക്കൊക്കെ അറിയാമായിരുന്നു. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചായയാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ഹിബിസ്കസ് റോസാ സൈനൻസിസ് എന്ന് പറയുന്ന സാധാരണ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ്. ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. ആ ചെമ്പരത്തി മുട്ടുകൊണ്ട് എൻ്റെ അമ്മച്ചി തോരനുണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മ തോരനുണ്ടാക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു. അത് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയതുകൊണ്ടാണ് ഈ അമ്മമാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നത്. ഞാൻ ബോട്ടണിയിലെ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് ഒരുപാട് തരം റെസിസ്റ്റൻസ് തരുന്നതാണ് ശരീരത്തിന്. ഹാർട്ടിന് ഒരുപാട് ബെനിഫിറ്റ്സ്, ഹാർട്ട് വർക്കിന്. അതുപോലെ ഹാർട്ട് പ്രഷർ ഉണ്ടല്ലോ, പ്രഷർ ലോവർ ചെയ്യും. അപ്പോൾ ലോ പ്രഷർ ഉള്ളവരെ ഇത് അധികം കഴിക്കരുത്. ഹൈ പ്രഷർ ഉള്ളവർക്ക് ഒരുപാട് നല്ലൊരു ഔഷധമാണ്. അതുപോലെ കൊളസ്ട്രോൾ, LDL കുറയ്ക്കും. നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഈ ചായ. ഇതിനകത്ത് കഫീൻ ഇല്ല, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു ചായയാണ്. ഇതിന് ഐസ് ഇട്ടോ അല്ലെങ്കിൽ തേനൊഴിച്ചോ ലൈം ജ്യൂസ് ചേർത്തോ ഏത് ചേർത്തും ഫ്ലേവർ ചെയ്ത് ഇത് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വെറും ചെമ്പരത്തിപ്പൂവും കുറച്ച് നാരങ്ങ നീരും ഇഞ്ചി അതുപോലെ പട്ട ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ മാത്രം ഇതിനകത്ത് ചേർത്താൽ മതി. വളരെ സുന്ദരമായതും അതുപോലെ യാതൊരു പാർശ്വഫലങ്ങളില്ലാത്തതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ചെമ്പരത്തി ചായ ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തിയില പൂക്കളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പൂക്കളിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽസ്, ഈ ചുമന്ന നിറമുള്ള പെറ്റൽസ് മാത്രമേ ആവശ്യമുള്ളൂ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അതുപോലെ കാലിക്സും മുഴുവനും നമുക്ക് റിമൂവ് ചെയ്ത് ഈ പെറ്റൽസ് മാത്രം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ട് വേണം ചായ ഉണ്ടാക്കാനായിട്ട്. ചായ ഉണ്ടാക്കാനായിട്ട് തിളച്ച വെള്ളം വേണം, സ്വല്പം ഇഞ്ചി വേണം, പിന്നെ ഇഷ്ടമുള്ളവർക്ക് സ്വല്പം കറുവപ്പട്ട കൂടി ഇട്ട് നല്ല സൂപ്പർ ചായ ഉണ്ടാക്കാം. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചായയാണ്. നല്ല തിളച്ച വെള്ളം ഈ പെറ്റൽസ് അടത്തിയിട്ടിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കണം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിക്കണം. ആ കൂട്ടത്തിൽ ഈ ഇഞ്ചിയും അതുപോലെ കറുവായും കൂടെ ഇടണം. ചെമ്പരത്തി പൂവിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞു, കണ്ടോ, പെറ്റൽസൊക്കെ ഫെയ്ഡായി. ഇനി നമുക്ക് ഇത് വളരെ പതുക്കെ ഈ ഗ്ലാസ് ബൗളിലോട്ട്, ഈ കപ്പിനകത്തോട്ട് ഇത് അരിച്ചെടുക്കാം. ചെമ്പരത്തി ചായ റെഡിയായി കഴിഞ്ഞു. ഇതിന് നല്ല കറുവപ്പട്ടയുടെ മണവും ഇഞ്ചിയുടെ മണമൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഇനി ലൈം ജ്യൂസ് ചേർക്കാം. അപ്പോൾ നല്ല റെഡ് കളറായിട്ട് മാറി വരും. കണ്ടോ, ഹിബിസ്കസ് ടീ റെഡി. നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണഗണങ്ങൾ ഏറെയാണ്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം.